ഹേ ഗൈസ്, ഇപ്പോൾ നമ്മളുടെ ചാനലിൽ ആദ്യമായിട്ട് നമ്മൾ റോബ്ലോക്സ് കളിക്കാൻ പോവുകയാണ്. അപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട്, കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ മടിയാണ്. അതുകൊണ്ടാണ് കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും വരാത്തത്. പിന്നെ ഷോർട്സ് തന്നെ എങ്ങനെയൊക്കെയോ എഡിറ്റ് ചെയ്താണ് ഇടുന്നത്. പിന്നെ ഇത് റോബ്ലോക്സിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ട് നമ്മൾ ഈ ചലഞ്ചൊന്നും എടുക്കുന്നില്ല. വെറുതെ ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മേളിൽ ഓൺലി അപ്പ് പോലെ ഏറ്റവും ടോപ്പിലെത്തണം, ഇത്രയേ ഉള്ളൂ. ഇനി തൊട്ട് നമ്മൾ റോബ്ലോക്സിലെ ചലഞ്ചൊക്കെ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ ജസ്റ്റ് ഫണ്ണിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും കാണണമെന്നൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല. കാണുവാണെങ്കിൽ കാണാം, അല്ലെങ്കിൽ കാണണ്ട. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്ക്വിഡ് ഗെയിമിലെ ബ്രിഡ്ജില്ലേ, ഗ്ലാസ് ബ്രിഡ്ജ്, അതേപോലൊരു കളിയാണ്. അപ്പോൾ നമുക്ക് ഇതേലത്തെ കുറച്ച് ചലഞ്ചസ് ഉണ്ട്. നമ്മളങ്ങനെ അടുത്ത സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. ഈ ആപ്പിലൊന്നും വീഴത്തില്ല എന്ന് തോന്നുന്നു. പിന്നെ അടുത്തത് ഇതാണ്. നടുക്കൂടെ പോയാൽ ചെല്ലുമായിരിക്കും. നമുക്ക് നോക്കാം. ഇത് ഈസി ആയിരുന്നു. അടുത്തത് നമുക്ക് ചാടേണ്ടതാണ്. ചാടി പോകാം. ഇത് ചാടേണ്ട ആവശ്യമില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു നമ്മൾ റോബ്ലോക്സ് ആദ്യമായിട്ട് കളിക്കുന്നതുകൊണ്ട് സാധാരണ ഒരു ഗെയിം എടുക്കുമ്പോൾ നമ്മൾ തോറ്റ് കഴിഞ്ഞാൽ വീണ്ടും കളിക്കാൻ പറ്റുമല്ലോ ആദ്യമൊക്കെ, അതേപോലെ ആയിരിക്കും. നമുക്ക് ചാടേണ്ട ആവശ്യമില്ലെങ്കിൽ ഞാൻ വെറുതെ ചാടുന്നതാണ്. നമുക്ക് ചാടണം ഗൈസ്. ചിലതിലൊക്കെ ചാടണം, ചിലതിലൊന്നും ചാടണ്ട എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ബാക്കി കളിക്കാം. റിങ് നമ്മൾ കുറച്ച് സമയം എടുത്തു ഇങ്ങ് വരെ വരാൻ. സ്ലൈഡാണെന്ന് തോന്നുന്നു. വീണ് കഴിഞ്ഞാൽ ആരും അറിയാത്ത പോലെ വടി പോലെ അങ്ങ് കിടക്കും. ഹീലായി കഴിഞ്ഞാൽ ചാടി എണീക്കും. ഫ്രണ്ടിൽ കാണുന്ന എനിക്ക് തോന്നുന്നത് ഞാൻ ചില യൂട്യൂബേഴ്സിൻ്റെ വീഡിയോക്കകത്തൊക്കെ കണ്ടിട്ടുണ്ട്. മറ്റേ റോബ്ലോക്സിൻ്റെ വീഡിയോക്കകത്ത് ഏണി കയറിപ്പോകുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു. അങ്ങ് വരെ ഏണി കയറി പോയിട്ട് അവിടെ നല്ല സ്റ്റെപ്പോ എന്തെങ്കിലും കാണും. ഓ മൈ ഗോഡ്, പരസ്യം. ഇതിനകത്ത് പിന്നെ ചളി അടിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ചളി അടിക്കാൻ നിൽക്കാത്തതാണ്. എടാ, ഈ ക്യാമറ എങ്ങനെയാടാ നേരെയാക്കുന്നത്? എനിക്കറിയത്തില്ല. അയ്യോ, ആ അടുത്തിരിക്കുന്ന ക്യാമറയും വെച്ച് ഞാൻ അങ്ങനെ ആ ഏണി മൊത്തം കയറി ഇങ്ങ് വരെ വന്നു. നമ്മളങ്ങനെ ക്യാമറ ഇങ്ങനെ മാറ്റി നിന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഇത് കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ നമുക്ക് ഇത് വെച്ചാൽ കളിക്കാം. ഞാൻ പറഞ്ഞില്ലേ ആ ഏണി അതിൻ്റെ സ്റ്റെപ്പ് കാണുമെന്ന്. സോറി ഗൈസ്, എഡിറ്റ് ചെയ്യാനുള്ള ഭാരം കുറയ്ക്കാനാണ് ഞാനിങ്ങനെ ഓടിച്ചിട്ട് പോകുന്നത്. പിന്നെ എനിക്ക് മടിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിങ്ങനെ സ്പീഡിലാക്കിയിട്ട് പോകുന്നത്. ഇത് ജസ്റ്റ് കട്ടയാണ്, ചാടി പോകണം. ഈ വീഡിയോ ഭയങ്കര ലെങ്തിയാണ്, അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടി. എന്തായാലും ഈ വീഡിയോ ഞാൻ ഏറ്റവും മേളിൽ ചെന്നിട്ട് അവസാനിപ്പിക്കത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ തരുന്ന വാക്കാണ്. അല്ലെങ്കിൽ ഞാൻ കുറേ നാൾക്ക് ശേഷമേ അടുത്ത വീഡിയോ എടുത്തുള്ളൂ. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഇതിനകത്തൂടെ ഓടിപ്പോയാൽ മതി, പെട്ടെന്ന് എത്തും. എനിക്ക് തോന്നുന്നു ഈ ആരോ മാർക്ക് ചെക്ക് പോയിൻ്റ് ആണെന്ന്. ഇതൊക്കെ ജസ്റ്റ് ഓടി പോകാനുള്ളതേ ഉള്ളൂ. നമ്മൾ കുറേ മുന്നേ കണ്ട ആ റിങ് മാത്രമേ ഉള്ളായിരുന്നു കുറച്ചെങ്കിലും പാടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ തൊട്ട് നമ്മൾ ചലഞ്ചൊക്കെ ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോ മിക്കവാറും മൈൻക്രാഫ്റ്റിൻ്റെ ആയിരിക്കും. മൈൻക്രാഫ്റ്റിന് ഞാൻ പുതിയൊരു വേൾഡ് എടുക്കാൻ പോവുകയാണ്. അടുത്ത എപ്പിസോഡ് തൊട്ട് നമ്മൾ പഴയ വീടൊക്കെ കളഞ്ഞ് പുതിയൊരു വേൾഡിലോട്ട് വരാൻ പോവാണ്. അത്
വേറൊരു ഗെയിമാണ്. ഞാൻ ഇത്രയും നാളും കളിച്ചുകൊണ്ടിരുന്നതല്ല. ഈ മൈൻക്രാഫ്റ്റ് ട്രയൽ എന്ന് പറയുന്ന ആ കമ്പനിയുടെ തന്നെ ഒരു ട്രയൽ വെർഷനത്. അപ്പോൾ നമുക്കത് കളിക്കാം. അതാകുമ്പോൾ നോർമൽ മൈൻക്രാഫ്റ്റിൻ്റെ കൂട്ടുമായിരിക്കും. പക്ഷേ ആ മൈൻക്രാഫ്റ്റിനൊരു പ്രശ്നമേ ഉള്ളൂ, നമുക്കതിൽ ക്രിയേറ്റീവ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെന്തെങ്കിലും എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പഴയ മൈൻക്രാഫ്റ്റ്, ഞാൻ ആ വീട് വെച്ച മൈൻക്രാഫ്റ്റ് എടുക്കുന്നതായിരിക്കും. നമുക്ക് കുറച്ചുകൂടി സ്പീഡിലാക്കിയിട്ടിട്ട് കുറച്ച് നേരം ഇവിടെ കളയാം, എന്നിട്ട് വീണ്ടും വരാം. പിന്നെ എനിക്ക് കൂടുതലും മടി വന്ന കാര്യം, ഇത് മൊത്തത്തിൽ 11 മിനിറ്റ് ഉണ്ട് ഈ വീഡിയോ. ഞാനാണ് ഇത്രയും ലെങ്തായിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുമില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ വെട്ടി ചെറുതാക്കി ഇതിപ്പോൾ 9 മിനിറ്റ് 31 സെക്കൻഡ് ഉണ്ട്. ഇനി ഇത് ഞാൻ വീണ്ടും കുറച്ച് 8 മിനിറ്റിലാക്കും. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ വയ്യ. പിന്നെ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാൻ കുഴപ്പമില്ല, എഡിറ്റ് ചെയ്യാൻ മടിയാണ്. വീണ്ടും സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറന്ന് നമ്മൾ പോവുകയാണ് ഗൈസ്. അയ്യോ മണ്ടയ്ക്കോട്ട് നോക്കി, ഇതെന്ത് തീരത്തില്ലയോ. സൂപ്പർ, ഹെൽത്ത് പോയി ഗൈസ്. ഇനി നമ്മൾ ചെക്ക് പോയിന്റിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. വീണ്ടും പടി കയറി മേളിലോട്ട് പോകാം. ഇത് കുറേ സമയം എടുക്കും മിക്കവാറും. ഇനിയും മേളിലോട്ട് എന്തോരം ഉണ്ടെന്ന് എനിക്കറിയില്ല. വേറൊരു പ്ലെയർ പോകുന്നു, നമുക്ക് അയാളുടെ പുറകെ വെച്ചങ്ങ് പിടിക്കാം. ഗൈസ് ഇത് തീരുമെന്ന് എനിക്ക് ഇന്നും തോന്നുന്നില്ല. കുറേ സമയമായി ഞാൻ കയറാൻ തുടങ്ങിയിട്ട്. തീർന്നു ഗൈസ്, മുകളിലെത്തിയോ ഞാൻ. എന്തോ അത് പറന്നു പോയിടാവൻ. നമുക്കതെന്തുവാന്ന് ഉടനെ തന്നെ നോക്കേണ്ടതാണ്. അതെന്തുവാ അവിടെ? ഈ ടൈമർ എന്തോ സംഭവം എന്ന് അറിയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരണേ. ഇതൊക്കെ എന്ത് സംഭവം? ഞാൻ പിന്നെ ഇത് ആദ്യമായിട്ടാണ് കളിക്കുന്നത്, എനിക്കിതൊക്കെ എന്തുവാന്ന് കൂടി അറിയത്തില്ല. നമ്മളെന്തായാലും അവിടെ നിന്നിട്ട് ചാടിയോണ്ട് റീസ്പോൺ ആയി. ഇവിടെ ഒരു ടൈമറുണ്ട്, എന്തുവാണെന്നറിയത്തില്ല. നമുക്കൊരു പരവതാനി പോലത്തെ സാധനം കിട്ടിയിട്ടുണ്ട്. അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നമുക്കെന്തായാലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കോഴ്സ് ഞാൻ എവിടെയോ വെറുതെ പിടിച്ച് നിൽക്കിയത്, അതേ ഞാൻ പറക്കുന്നു. എന്തെങ്കിലും പ്രശ്നമാവോ? ശരിക്കും പറക്കുന്നതാണോ അതോ എന്തെങ്കിലും ഗ്ലിച്ചാണോ? എനിക്കറിയത്തില്ല. കുറച്ച് മുന്നേ നമ്മൾ വന്നപ്പോഴും ഒരുത്തൻ ഇങ്ങനെ പറന്നു പോകുന്നത് കണ്ടായിരുന്നു. അപ്പോൾ സംഭവം അതായിരിക്കും. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പറന്ന് നടന്നിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും അവസാനം എത്താതെ ഞാൻ നിർത്തത്തില്ലെന്ന്. കുറേ പ്ലെയേഴ്സ് ഇതിലെ കൂടെ ഓടി നടപ്പുണ്ട്. നമുക്കപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ബൈ ഗൈസ്.